അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഖാല അവിടുന്ന് പറയുകയാണ്, ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ പ്രവേശിച്ചു. എന്നിട്ടോ ഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഔസുനി, എന്നോട് അങ്ങ് വസിയത്ത് ചെയ്യൂ നബിയെ. ഖാല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഊസിക ബിതഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ആ കാര്യം കൊണ്ട് താങ്കളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ഫഇന്നഹു അസിയനു ലി അംരിക കുല്ലിഹി, നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഭംഗിയേകുന്ന, വലിയ ഭംഗി നൽകുന്ന കാര്യമാണ് അള്ളാഹുവിനെ തഖ്വ ചെയ്യുക എന്നുള്ളത്. വിശ്വാസികളെ, അള്ളാഹുവിൽ തഖ്വ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഏറ്റവും പ്രധാനമായിട്ടൊരു മുസ്ലിമിന് വേണ്ടത് അള്ളാഹുവിൽ തഖ്വ ചെയ്യുക എന്നുള്ളതാണ്. ഖുൽതു, ബഹുമാനപ്പെട്ട അബൂദർ തങ്ങൾ പറയുകയാണ്, ഞാൻ വീണ്ടും ചോദിച്ചു, സിദ്നി, നബിയെ, എനിക്ക് കൂടുതൽ പറഞ്ഞു തരൂ, കൂടുതൽ വസിയത്ത് നൽകൂ. ഖാല, അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലൈക ബി തിലാവത്തിൽ ഖുർആൻ വദിക്രില്ലാഹ്, നീ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക. അസ്സ വജൽ, ഉന്നതനായ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക. ഫഇന്നഹു ദിക്റുൽ ലക, കാരണം അത് ഫിസ് സമാഇ വനൂറുൽ ലക ഫിൽ അർളി, ആകാശത്ത് അള്ളാഹുവും മലക്കുകളും നീ അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ അള്ളാഹു തആല മലക്കുകളോട് പറഞ്ഞു, മലക്കുകൾ പരസ്പരം പറഞ്ഞു, നിന്നെ അവിടെ സ്മരിക്കപ്പെടാൻ കാരണമാണ്. എന്ന് മാത്രവുമല്ല, ഭൂമിയിൽ നിനക്കത് വലിയ പ്രകാശമാണ്. ഖുൽതു, ഞാൻ വീണ്ടും പറഞ്ഞു, സിദ്നി, നബിയെ, എനിക്ക് കൂടുതൽ വസിയത്ത് നൽകൂ. ഖാല, അവിടുന്ന് പറഞ്ഞു, അലൈക ബിതൂലി സമഹ്, നീ മൗനം ധാരാളമായി മൗനത്തിലാവുക, മൗനിയാവുക, അനാവശ്യ സംസാരങ്ങളിൽ ഇടപെടാതിരിക്കുക, അനാവശ്യ സംസാരങ്ങൾ നടത്താതിരിക്കുക. ഫൈന്നഹു മത്തുറദത്തു ലിശ്ശൈത്വാൻ, പിശാചിനെ അകറ്റുന്ന കാര്യമാണ് മൗനം എന്നുള്ളത്. വഔനുല്ലക അലാ അംരി ദീനിക, നിന്റെ ദീനിൻ്റെ കാര്യത്തിൽ നിനക്കത് സഹായവുമാകുന്നതാണ് മൗനിയായിരിക്കുക എന്നുള്ളത്. മൗനം എപ്പോഴും വേണം. മൗനം വിദ്വാനുഭൂഷണം എന്നല്ലേ. ഖുൽതു, അബൂദർ തങ്ങൾ പറയുകയാണ്, ഞാൻ ചോദിച്ചു, സിദ്നി, നബിയെ, എനിക്ക് വീണ്ടും ധാരാളം പറഞ്ഞു തരൂ, ധാരാളം വസിയത്ത് നൽകൂ. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, ഇയ്യാക വ കസറത്തൽ ളിഹ്ക്, നീ കൂടുതൽ ചിരിക്കുന്നതിനെ സൂക്ഷിക്കുക. നമ്മളൊക്കെ പലപ്പോഴും കൂടുതൽ ചിരിക്കുന്നു, കോമഡികൾ ചിരിക്കാൻ വേണ്ടി കാണുന്നു, കോമഡികൾ പറയുന്നു, കള്ളങ്ങൾ മറ്റുള്ളവർ ചിരിക്കാൻ വേണ്ടി പറയുന്നു. അള്ളാഹിൻ്റെ റസൂല് പറയുന്നു, നീ ചിരി അധികരിപ്പിക്കുന്നതിനെ സൂക്ഷിക്കുക. ഫഇന്നഹു യുമീത്തുൽ ഖൽബ, ഹൃദയത്തെ മരിപ്പിച്ചു കളയും. യുമീത്തു അമാത്ത, ഹൃദയത്തെ മരിപ്പിച്ചു കളയും. ഹൃദയത്തെ അപകടത്തിൽപ്പെടുത്തു എന്നല്ല പറഞ്ഞത്, ഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്നൊന്നുമല്ല പറഞ്ഞത്. പക്ഷേ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് മറിച്ച് എങ്ങനെയാണ്? ഹൃദയത്തെ മരിപ്പിച്ച് കളയും. മരിച്ചാൽ പിന്നെ നമുക്കറിയാലോ, മരിച്ച ഒരു ഹൃദയം മരിച്ചാൽ, ഒരു ജീവി മരിച്ചാൽ അത് ചീയും നാറും അവരവസ്ഥയിലേക്ക് എത്തും. ഹൃദയം മരിച്ചാൽ പിന്നെ ചീയും നാറും, മനുഷ്യൻ മറ്റുള്ളവരുടെ മുന്നിൽ ചീഞ്ഞു നാറുന്നൊരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കുക. നാം ചിരി നിസ്സാരമായി കാണരുത്. പൊട്ടി ചിരിക്കുന്നവർ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുമീത്തുൽ ഖൽബ, ഹൃദയത്തെ മരിപ്പിച്ചു കളയും. വയുദ്ഹിബു ബിനൂരിൽ വജ്ഹി, മുഖത്തിൻ്റെ പ്രകാശം ഇല്ലാതാക്കി കളയും. അധിക ചിരി മുഖത്തിൻ്റെ പ്രകാശമില്ലാതാക്കി കളയും. ഖുൽതു, ഞാൻ പറഞ്ഞു, സിദ്നി, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്കിനിയും പറഞ്ഞു തരൂ നബിയേ. ഖാല, അവിടുന്ന് പറഞ്ഞു, ഖുലിൽ ഹഖ്ഖ, സത്യമേ പറയാവൂ. വഇൻ കാന മുർറൻ, നിനക്കത് കയ്പനുഭവപ്പെടുന്ന കാര്യമാണെങ്കിലും സത്യം തന്നെ പറയണം. ഖുൽതു, വീണ്ടും പറഞ്ഞു, നബിയെ, എനിക്ക് സിദ്നി, ഇനിയും വസിയത്ത് തരൂ നബിയെ. ഖാല, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഖഫ് ഫില്ലാഹി ലൗമത ലായിം, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ ദീൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ, ലൗമത ലായിം, ഒരാക്ഷേപകൻ്റെയും ആക്ഷേപത്തിന് യാതൊരു വിലയും കൊടുക്കേണ്ടതില്ല. ആരെത്ര പറഞ്ഞോട്ടെ, എത്ര കൂച്ചുവിലങ്ങിടാൻ വേണ്ടി ശ്രമിച്ചോട്ടെ, പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന കാര്യത്തിൽ ഒരിക്കലും നാം കുറവ് വരുത്തരുത്. ആക്ഷേപകരുടെ ആക്ഷേപത്തെ ഭയക്കരുത്, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന്
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് വസിയത്ത് ചെയ്തു എന്ന് കാണാം. മുഅ്മിനീങ്ങളെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ജീവിതത്തിൽ പകർത്തേണ്ടത് പകർത്തുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന വസിയത്തോടെ വിനീതൻ ശിഹാബുദ്ദീൻ സഖാഫി തേൻകോട്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.